മലയാള സിനിമയിലെ പോലെ തന്നെ കന്നഡയിൽ നല്ല കണ്ടന്റ് ഉള്ള സിനിമകൾ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഒരു മാസ്റ്ററാണ് രാജ് സാറൊക്കെ. അപ്പോൾ രാജ് സാറിൻ്റെ ഒരു സിനിമ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു പറഞ്ഞാൽ രണ്ടും കൽപ്പിച്ച് നമ്മൾ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഈ സിനിമയിൽ കുറച്ച് വലിയ അധികം VFX ഒന്നും ഇല്ല, വളരെ കുറച്ച് പോർഷനേ ഉള്ളൂ. പക്ഷേ ഉള്ളത് ഭാഗം വളരെ നല്ല രീതിയിൽ വേണ്ട രീതിയിൽ മാത്രം VFXന് വേണ്ടിയിട്ട് ഇവർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്താ വെച്ചാൽ നമുക്ക് അത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ VFX ആർക്കും മനസ്സിലായിട്ട് വിചാരിക്കണം. മനസ്സിലായി കഴിഞ്ഞാൽ ഞങ്ങൾ പരാജയമാണ്. അപ്പോൾ എനിവേ എന്തെങ്കിലും ഇതിൻ്റെ ഭാഗമായതിൽ വളരെ അധികം നന്ദി, സന്തോഷം. നെക്സ്റ്റും എല്ലാ ഭാഗത്തും ഞങ്ങൾ വരാമെന്നാണ് താല്പര്യം. താങ്ക് യു. ആൻഡ് ദിയുടെ ഭാഗത്തുനിന്ന് നമുക്ക് രമേഷ് CP, കളർ പ്ലാനറ്റ്സ്. പ്ലീസ് സർ. നമസ്കാരം, എൻ്റെ പേര് രമേഷ് എന്നാണ്, കളർ പ്ലാനറ്റ് സ്റ്റുഡിയോസ് എന്നാണ്. ഞാനും രാജ് സാറും തമ്മിൽ സ്വാതിമുത്തിന് എന്നുള്ളൊരു മൂവി തൊട്ടാണ് ഞങ്ങൾ സാറിൻ്റെ മൂവി തൊട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഈ ക്രൂ എല്ലാവരും എനിക്കും പരിചയമുണ്ട്. JP സാറും അതിൻ്റെ അകത്ത് ഒരു ഭാഗമായിരുന്നു. അന്ന് എൻ്റെ അടുത്ത് പ്രവീൺ ശ്രീയാൻ സാർ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു JP സാറാണ് അടുത്ത മൂവി ഇങ്ങനെ ചെയ്യുന്നതെന്ന്. അപ്പോൾ എനിക്ക് ആ സമയത്തോട്ട് എനിക്ക് അറിയാം. പിന്നെ ഗുരു സാറിനെ എനിക്കറിയാം, കണ്ടാല തൊട്ടുള്ള എല്ലാത്തിലും വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ക്രൂവിനെല്ലാം പൊതുവെ എനിക്ക് നേരത്തെ പരിചയമുള്ളതാണ്. അപ്പം പിന്നെ ടോബി അതുപോലുള്ള മൂവി ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, അതിനുള്ള വർക്കിന് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് സ്കൂൾ ഫ്രം സോ വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു ചാൻസ് കിട്ടിയതിനും. നമ്മുടെ DOP ഉണ്ട്, DOP ഇവിടെ എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല, ചന്ദ്ര സാറ്. അപ്പം ചന്ദ്ര സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മീൻസ് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. പുള്ളിയും മീൻസ് വിഷ്വൽ സൈഡ് എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് പുള്ളി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് എല്ലാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ആൻഡ് എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഗുരുജിയുടെ എൻട്രി? ഗംഭീരായിരുന്നു. അപ്പോൾ അതിൻ്റെ പാട്ടിൽ ഉള്ള ഒരാളെയാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത്. ലെറ്റ്സ് വെൽക്കം ടാസി. എൻട്രി സോങ് പാടിയിട്ടുണ്ടായിരുന്നത് ടാസി ആയിരുന്നു. ടാസി റാപ്പറാണ് അല്ലേ? യെസ്. ഹലോ, ആദ്യമായിട്ടാണ് ഞാനൊരു സിനിമയുടെ ഭാഗമാകുന്നു. ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കുറച്ച് ട്രാക്സ് ഒക്കെ ആയിട്ടുണ്ടെങ്കിലും എനിക്ക് ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഷാമോൻ വഴി എനിക്കൊരു കണക്ഷൻ ഉണ്ടാവുകയും ആഷിക്കേട്ടൻ, ഹമീദിക്ക അവർ വഴിയാണ് എനിക്കിത് പാടാൻ പറ്റിയത്. അപ്പോൾ രാജ് സാറിൻ്റെയൊക്കെ എൻട്രി സോങ് പാടാന്നൊക്കെ പറഞ്ഞ എനിക്കൊരു സ്വപ്നമായിരുന്നു. ആക്ച്വലി എനിക്ക് ഈ സിനിമയുടെ ഇപ്പോഴത്തെ എഫക്റ്റ് അറിയാൻ പറ്റും, കാരണം ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്, ഇന്ന് രാവിലെ എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ അവിടെ പടം നല്ല രീതിക്ക് പോകുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ എത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ ദിസ് വണ്ടർഫുൾ. അത്രയല്ല, പാടണം. എനിക്കറിയാം, സീരിയസ് ആയിട്ട് എനിക്കറിയാം, അത് വരി ഓർക്കുന്നില്ല. ഓക്കെ, ഏതെങ്കിലും ഒരു പാട്ടെന്ന്. പറഞ്ഞ പാടണം. ഇഷ്ടമുള്ള ഏതെങ്കിലും പാട്ടും. എൻ്റെ പാട്ട് ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു ടെൻഷൻ ആയതല്ല, എല്ലാവരും കണക്ട് ആവുന്ന അറിയില്ല, എന്നാലും ഞാൻ ജസ്റ്റ് പാടാം. ഓക്കെ, റാപ്പാണ്. കൊടുമുഖം മതി എന്ന് പറഞ്ഞൊരു പരതിന്റെ ചിറകുകൾ അരയ്ക്കുമ്പോൾ പരതിക്ക് ചുരുകിയ തിരിച്ചൊരു പരജ് കൊണ്ട് അടയ്ക്കുമ്പോൾ തരയ്ക്കുമ്പോൾ തിരികെട്ടി ചീരുമോ സിരയിൽ കളവില്ല കുരുതിയിൽ കരുണയ്ക്ക് പഴമ്പില്ല കഴക പിന്നടി കൊണ്ട് തിരുമ്പിച്ചിരിടമില്ല ചിരിമതിയിന് മുതൽ അടിമുടി അടിപിടി വില്ലുപിടി പുള്ളത്തിന് വിടയില്ല. കടമെടുത്തൊരു പണം അതുകൊണ്ട് തടമെടുക്കണം, ആ ഇടത്തിൽ കടത്തമ്മ കരപ്പിടിക്കണം, ചിലവെടുത്തൊരു കടുപ്പത്തിനിടത്തിൽ മടകൾ പൊട്ടിക്കണം. തീയിൽ കുരുത്തവൻ വെയിൽ തൂവാടില്ല, തീയ കുരുത്തവൻ തോറ്റുകൊണ്ടോടില്ല, നേര് പറഞ്ഞവൻ നെറുകെട് കാറ്റിലെ ചേരി തിരിഞ്ഞവൻ. താങ്ക് യു താങ്ക് യു സോ മച്ച്. സോ നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ക്രൂ ആൻഡ് ടെക്നിക്കൽ സൈഡിൽ നിന്ന് എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞു. ഇവിടുന്ന് നമുക്ക് മീഡിയയുടെ പാർട്ടൊന്ന് തുടങ്ങാം അല്ലേ? റെഡി അല്ലേ? യെസ്. ഇനി ആരെങ്കിലും ഇവിടെ ജോയിൻ ചെയ്യാനുണ്ടോ ചെയർസിലേക്ക്? പ്ലീസ്. ഓക്കെ, മൈക്ക് ഉണ്ടോ? കയ്യിൽ കിട്ടിയിട്ടുണ്ട്. റെഡി? ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? സോ ലെറ്റ്സ് വെൽക്കം അവർ മീഡിയ ടീം. ഒരു കൈയടിയില്ലേ? താങ്ക് യു. രാജ് സാർ നമസ്കാരം. ഇവിടെ ഹിയർ. എന്തൊക്കെയോ ചോദിക്കണമെന്ന് മനസ്സിൽ പ്ലാൻ ചെയ്താ വന്നേ, പക്ഷെ അവസാനം ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് അവസാനം ടോട്ടലി ബ്ലാങ്ക്. ശരിക്കും എൻജോയ് ചെയ്തു. ഗംഭീര സിനിമ. എങ്ങനെയായിരുന്നു ഇങ്ങനെ ഒരു പ്രോജക്റ്റിലേക്ക് കമ്മിറ്റ് ചെയ്യാനുള്ള റീസൺ? കാരണം സ്റ്റാർട്ട് ടു എൻഡ് ഹ്യൂമർ മാത്രം, അതും കൂടുതൽ സിറ്റുവേഷൻ കോമഡി എന്ന് പറയുന്നത് നിസ്സാരമല്ല. എങ്ങനെ ഉണ്ടായിരുന്നു അത് മലയാളത്തിലേക്ക് ചെയ്യുമ്പോൾ? എത്രത്തോളം ടഫായിരുന്നു അത്? ഇല്ല, ആക്ച്വലി കൾച്ചറലി നമ്മുടെ സദൺ പാർട്ട് ഓഫ് കർണാടക പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ ബോർഡർ ഒരു കൾച്ചറൽ ഷെയറിംഗ് ഉണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി ഈസിയാണ്. പക്ഷേ ഈ ഡബിങ് ചെയ്തിട്ടുള്ള നമ്മുടെ സതീഷ് മുതുകോൾ, ഐ തിങ്ക് ഹി ഡിഡ്ന്റ് ഡബ്, ആക്ച്വലി ഹി റീക്രിയേറ്റഡ് ദ സിനിമ ഇൻ മലയാളം ലാംഗ്വേജ്. നല്ല പഞ്ചസ് ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി പഞ്ചിൽ കുറച്ച് മാറ്റങ്ങളുണ്ട്, അത് കൾച്ചറൽ റെഫറൻസിന് വേണ്ടി. ബട്ട് ഹീസ് ഫാബുലസ്.
എന്താ വെച്ചാൽ me and JP we travel a long way together. എൻ്റെ ആദ്യത്തെ പടം ആക്ച്വലി തുടങ്ങുമ്പോൾ it was a Tulu film but it didn't happen. അപ്പോൾ JP ഓഡീഷനിക്ക് വേണ്ടി വന്നത്. അപ്പോൾ അവർ നല്ല ഒരു റൈറ്റർ എന്ന് എനിക്ക് മനസ്സിലായി. എന്താ വെച്ചാൽ he used to narrate stories to people. So I said, why are you wasting stories? Why can't you write and direct and become a director? But yeah, he started, but I was a little late, like, you know, because of so many things we couldn't deliver it. So after 6 years, I think he became a director in Kannada. It's we are a team together, brother. Like, you know, me and him, and you know, we all are from, like, you know, even before I became director, we are in the same boat. I think we are all from the same house. So it's not we chose a script. I think we made it together, everybody in the team. That. ഡയറക്ടർ എടുത്താണ്. ഹായ്. അയ്യോ. അല്ല, സീക്കിന്റെ ഫിലിം കണ്ടു കഴിഞ്ഞാൽ പറയത്തില്ല, ഫസ്റ്റ് ഫിലിം ആണെന്ന് പറയത്തില്ല. ഫസ്റ്റ് പടമാണെന്ന് എന്തായാലും കണ്ടാൽ പറയത്തില്ല. അത്രയും ഡീറ്റെയിലിംഗ് നല്ല രസമുണ്ട് ചെയ്തിട്ടുണ്ട്. എത്രത്തോളം ഈ ഒരു ജേർണിക്ക് വേണ്ടി എത്രത്തോളം ടഫായിരുന്നു ഒരു സ്ക്രിപ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് ചെയ്യാനായിട്ട്? കുറെ ഫാന്റസി ഉണ്ട് ഇതിനകത്ത്, കുറച്ച് റിലീജിയൻസ് വരുന്നുണ്ട്, കുറച്ച് ബിലീഫ്സ് വരുന്നുണ്ട്, എന്നാൽ ഒരുപാട് ഹ്യൂമർ വരുന്നുണ്ട്. എത്രത്തോളം ടഫായിരുന്നു ഇത്? അത് ഞാൻ തിയേറ്റർ ആർട്ടിസ്റ്റാണ്, തിയേറ്ററിൽ ഡ്രാമ ഡയറക്ടറാണ്. അവിടെ നമ്മുടെ മാംഗ്ലൂർ ബെൽറ്റിൽ അത് കുറേ കോമഡി ഡ്രാമ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇതിലേക്ക് സ്ക്രിപ്റ്റിലേക്ക് വന്നത്. പിന്നെ ഒരു 6 years ജേർണി ഉണ്ടല്ലോ, അത് ഫ്രഷ് ആവുന്നേ ഉണ്ടായി സ്ക്രിപ്റ്റ്. എങ്ങനെയാണ് ഗുരുജിയിലേക്ക് ആ ക്യാരക്ടർ നമ്മള് സാറിന് പറയുമ്പോൾ നമുക്ക് ഒന്നൊക്കെ പക്ക വില്ലനായിട്ടായിരിക്കും നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ ഒരു പക്ക ഹീറോ മെറ്റീരിയൽ. ഇങ്ങനെ ഒരു ക്യാരക്ടറിലേക്ക് എങ്ങനെയാണ്? നമ്മൾ ഫസ്റ്റ് കണ്ടത് കോമഡിയനായിട്ട്, ഇത് മുണ്ടുമട്ടയ കഥയല്ലേ. അതിൻ്റെ പിന്നാണ് ഒരു ഗരുഡഗമന, ശിവപാത്ര, അതിൻ്റെ പിന്നെ ഒരു വില്ലനായിട്ട് ഞങ്ങൾ നോക്കിയതല്ലേ. ഞങ്ങളെ മൈൻഡിൽ ഫസ്റ്റൊക്കെ അത് കോമഡിയനായിട്ട്, അത് നല്ല ഒരു ഹ്യൂമർ സെൻസ് ഉള്ള ആളല്ലേ. ഞാൻ ലക്കാണ്, എൻ്റെ പടത്തിൽ രാജ് സാർ അഭിനയിച്ചിട്ടുണ്ട്. അത് എൻ്റെ ഒരു ഇതാണ് ലക്കി. ഡയറക്ടറോടാണ്. അതായത് ഇപ്പൊ ഒരു സ്ത്രീ അനുഭവിക്കുന്ന പ്രശ്നം, അതായത് ഏതൊരു സ്ത്രീയും അനുഭവിക്കുന്ന ഒരു ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ അനുഭവിച്ചിരിക്കുന്ന പ്രശ്നങ്ങള് ഇത്രയും ആദ്യം ഒരു ഹ്യൂമറിൽ കൂടെ കൊണ്ടുവന്നിട്ട് അത് കഴിഞ്ഞ് അത് അത്രയും സീരിയസ് ആയിട്ടുള്ള പ്രശ്നത്തിലേക്ക് കൊണ്ടുവരിക, അത് കഴിഞ്ഞ് അതിനൊരു പരിഹാരം കാണുക, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത്രയും നന്നായിട്ട് ഒരു സ്ത്രീയെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാ സാധിച്ചത്? അതെങ്ങനെ പറയാം, ഇപ്പോൾ ചൈൽഡ്ഹുഡിൽ നിന്ന് ഒരു കൂടെ ഉണ്ടല്ലേ, അമ്മയാണ്, സിസ്റ്ററാണ്, ചേച്ചിയാണ്, എല്ലാവരും കൂടെ ഉണ്ട്. നമ്മൾ കാണുന്നുണ്ട് കുറേ അവരെ പ്രോബ്ലംസ്, അതെല്ലാം തലയിൽ ഉണ്ടായി. ഇങ്ങനത്തെ ഒരു പടം ചെയ്യുമ്പോൾ, ഒരു സ്ക്രിപ്റ്റ് ഇതാക്കുമ്പോൾ, ബാനു എൻ്റെ എല്ലാമാണ്, എൻ്റെ ചേച്ചിയാണ്, എൻ്റെ ഫ്രണ്ട്സാണ്. കുറേ പെണ്ണുങ്ങൾ പ്രോബ്ലംസ് എല്ലാം ബാനുക്ക് അടക്ക് വന്ന് എങ്ങനെയെങ്കിൽ ഇത് പ്രോബ്ലം സോൾവ് ചെയ്യാനല്ലേ, അത് നമ്മളതാണ്. എല്ലാവരും അമ്മയാവണം. ഒരു ആണ് അമ്മയായെങ്കിൽ മാത്രം ഒരു പെണ്ണിൻ്റെ ഇത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു എത്ര ഇതായി ക്ലാരിറ്റി. No, I think for any artist, empathy is the most important thing. നമുക്ക് എംപത്തറ്റിക് ആയെങ്കിൽ നമുക്കൊരു ആനിമലിൻ്റെ ഫീലും മനസ്സിലാവും. ഹ്യൂമൻ ബീയിങ് ഇസ് എ സോഷ്യൽ ആനിമൽ, നമുക്ക് മനസ്സിലാവും. അപ്പോൾ സോ വെൻ see these kind of characters are in every village, in every part of our country. We have seen them, but we don't notice them. We don't give them attention because they are not important. I think I'm so glad that JP selected a character which doesn't look important, but has so much depth. So when popular media like cinema select characters which are not important, I think that's a good sign. I'm so glad that he actually chose that character. Yeah. അതുപോലെ തന്നെ ഈ സിനിമയിൽ ഒരു ഡബ് വെർഷൻ കാണുന്ന സമയത്തും ചില സ്ഥലത്തൊക്കെ മലയാളം കണ്ടിരുന്നു, ബോർഡുകളിലൊക്കെ ചില സ്ഥലത്ത് മലയാളം കണ്ടിരുന്നു. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലേക്കും ഇത് നേരത്തെ പ്ലാൻ ചെയ്ത് തന്നെ ചെയ്തതായിരുന്നോ? അങ്ങനെയൊന്നുമില്ല. I think I told you, no, like it is Satish's work.
സതീഷ് മുതുകോൾ. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു കുറച്ചും കൂടി ഒരു കൾച്ചറൽ റെഫറൻസ് വേണമെന്ന്. അപ്പോൾ അവർ നല്ല നല്ല ഡബിങ് ആർട്ടിസ്റ്റ് പിടിച്ചു. ആക്ച്വലി ചില പ്ലേസ് ഡബിങ് അല്ല ഉദ്ദേശിച്ചത്, ബോർഡിൽ ഓക്കെ ബോർഡിൽ മലയാളം 2 ഇതിലുണ്ട് ഉണ്ട്. അത് ഇതാണ് we didn't plan for a Malayalam this thing. We planned for a film. We always believed, like we need to make one film. If it is good, it will travel everywhere. If it is not good, it won't even travel in your house. So we tried to make a film, and when it got a great response there, then we pitched to Wayfarers. Watch the film, and if you really think that it will work in Kerala, we will do it. That's what we thought. And in the dubbing, he has put his best effort to make it more Malayali cinema. I think he has done it. We are not able to judge it. I think you are the better judges. So with my dubbing, I thought he's from a Mangalore this thing, so he needs to have a broken Malayalam. So I thought let me dub, because I have anyway broken Malayalam. So that was the character. ഓക്കെ, ഇത്രയും ഡെപ്ത് ആയിട്ടുള്ള ഒരു കോമഡി ചെയ്യാൻ വേണ്ടി വരുമെന്ന് ഈ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ തോന്നിയായിരുന്നോ? അതെ, ഇത് സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ തന്നെ ഇതൊരു നല്ല കോമഡി, ഇവരുടെ കോമഡി റൈറ്റിംഗ് നല്ല കോമഡി റൈറ്റിംഗ് ആണ്. അവിടെ ഒരു വലിയൊരു ഇതുണ്ട്, എന്താ ഒരു ഡ്രാമ ട്രൂപ്പ് ഉണ്ട്. സോ അതിൽ ഇവരുടെ he has actually directed dramas which has hundreds of shows, and it's a very popular comedy dramas there. So even though it is his strength, when he's doing a comedy which is deeper and which is not very cheap, or which have obscene or vulgar language, he still will come to depths of human emotion in all of his dramas. I think he used that skill here. And എൻ്റെ ക്യാരക്ടറിൽ ഒരു ഇത് ബോഡി ലാംഗ്വേജ് കോമഡി തന്നെ, he is a different person and he is acting like a different person. He is kind of a Guruji who is not actually a Guruji. So adikku vendi he has all the details of the character, and then also we ideated how should the body language be and everything. So yeah. ഓക്കെ, കന്നഡയിൽ വലിയൊരു ഹിറ്റാണ് ഇപ്പോൾ വളരെ നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ ജനങ്ങളോട് ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തിലെ എന്താ കോമഡി രീതിയിൽ ചിന്തിക്കുമ്പം ഇത് എത്രത്തോളം വർക്കൗട്ട് ആണെന്ന് ആദ്യം വിചാരിച്ചത് നമുക്കറിയില്ല. ഇപ്പോൾ നമ്മുടെ കർണാടക റിലീസ് ചെയ്യുമ്പോഴും നമുക്ക് അറിയില്ലായിരുന്നു ഇത് ഇത്ര വലിയ ഹിറ്റായിട്ട് മാറും. അതൊരു നമുക്ക് പ്രതീക്ഷ ഇല്ലായിരുന്നു. പക്ഷേ നമുക്ക് we only can make cinemas and keep it before people. Even now, I don't know how much it will work in Kerala, but I feel we did the honest job that we can do. The whole purpose of the cinema is to entertain, and through entertainment tell something which is much more deeper, or a subject that's not been discussed much. So that we have done. Let's see. I think human emotions are same everywhere. When I see Maheshanta Pratikaram in a Mangalore theatre, I relate with the character not because I'm a Idukikaran, only because I'm a human being. I know how people feel. I think that would happen here too if the film is good. Let's see. സർ, ഇതൊരു മലയാളം സിനിമ പോലെയാണ് കണ്ടപ്പോൾ തോന്നിയത്. വളരെയധികം ഇഷ്ടപ്പെട്ടു സാർ. ഇതിൽ ക്യാരക്ടറുകൾ ബാക്കിയുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും ഭയങ്കര രസമായിട്ട് തോന്നി. തനി നാടുന്ന ആൾക്കാർ അവരെല്ലാവരും ഇതിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണോ അതോ എല്ലാ കോ ആർട്ടിസ്റ്റുകളൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് തോന്നി. അവരെ കുറിച്ച് എന്താണ് പറയുന്നത്? I think all the credit goes to our director. നമ്മുടെ ഡയറക്ടറുടെ ജോലിയാണിത്. അവിടെ പ്രത്യേകമായിട്ട് നമ്മുടെ മംഗളാപുരത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റ് കിട്ടൂല. എന്താ വെച്ചാൽ അതൊരു ഫിലിം സിറ്റി അല്ല. അവിടെ വേറെ വേറെ ആൾക്കാർ, നോർമൽ പീപ്പിൾ, അവരെ കൊണ്ടുവന്നിട്ട് അവരെ നമുക്ക് ട്രെയിൻ ആക്കിയിട്ട് പിന്നെ we need to change artists. For example, there is a 92-year-old lady who runs from the house. Actually, she has never seen a camera in her life. It's a very interior part of Mangalore. അവരവിടെ വന്നു, ഷൂട്ടിംഗ് കാണാൻ വന്നു. പിന്നെ JP spoke to her, trained her. She did well. I think all the credit goes to this man because he's very good with actors. He can. That's the reason. There is a quote that's a beautiful quote. Your cinema is not as good as your best actor. Your cinema is only good as your worst actor. So every actor that's when we do cinemas, we need to do that. Every actor that comes in the frame, he needs to be as good as possible. That he has done. That credit goes to him. സാർ, അതുപോലെ തന്നെ ഇതിൽ മറ്റേ ഒരു അമ്മയായി മാറുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അതിങ്ങനെ തന്നെ പ്രസന്റ് ചെയ്യാൻ തന്നെയായിരുന്നോ അതോ വേറെ എന്തെങ്കിലും? അത് അവസരം മാസമായിട്ടാണ് വരുന്നത്. അത് ഏതെങ്കിലും ഇൻസ്പിറേഷൻ ഉണ്ടായിട്ടാണോ ചെയ്തത്? അത് എന്താ വെച്ചാൽ അത് നമ്മുടെ ആ കൾച്ചറൽ റെഫറൻസ് ഇവിടെ എത്ര ട്രാൻസ്ലേറ്റ് ആയിട്ട് നമുക്കറിയില്ല. അവിടെ ഒരു പോസ്റ്റർ വരും. അത് നമ്മുടെ ആക്ടർ ഉപേന്ദ്ര സാറുടെ പോസ്റ്ററാണ്.
സോ അത് ആക്ച്വലി ഈ ക്യാരക്ടർ അവരുടെ ഫാനാണ്. ഉപേന്ദ്ര സർ ഒരു പടം ചെയ്തിട്ടുണ്ട്, അത് തമിഴിൽ കാഞ്ചനയുടെ റീമേക്ക്, അതിന്റെ പേരാണ് കൽപ്പന. സോ അതിൽ അതിൽ ആ ഒരു ലുക്കിയുടെ ഒരു ഇതുണ്ട്. മേ ബി ഹി ഗോട്ട് ഇൻസ്പയർഡ്, ദ ക്യാരക്ടർ ഗോട്ട് ഇൻസ്പയർഡ് ബിക്കോസ് ഹി ഈസ് എ വെരി സിമ്പിൾ പേഴ്സൺ. അതാണ് എൻ്റെ റെഫറൻസ്. ഓക്കെ, ഞാൻ ഇത് കണ്ടിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ തന്നെ ചെയ്താൽ അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടും, അങ്ങനത്തെ ഇതിൽ വരും. അത് അവിടെ നിന്ന് വന്ന റെഫറൻസ് ആണ്. ഒരു സിനിമയുടെ ഒരു ഫാന്, ഒരു ആക്ടറുടെ ഫാന്, അങ്ങനെ ആ റെഫറൻസ് എടുത്തിട്ട് അവൻ വരും. അത് കുറച്ചും കൂടി മാസമായിട്ട് വന്നു. ഈ 2025 പൊതുവെ നമ്മൾ കാണുന്ന ഒരു ട്രെൻഡ്, ഫാമിലി ഓറിയന്റഡ് സിനിമകള് വലിയ രീതിയിൽ ബോക്സ് ഓഫീസിനടക്കം വിജയമാവണം, ടൂറിസ്റ്റ് ഫാമിലി അല്ലെങ്കിൽ 3BHK. ശരിക്കും അതൊക്കെ ഒരു കോൺഫിഡൻസ് തന്നിട്ടുണ്ടായിരുന്നു ഈ പ്രീമിയർ ഒക്കെ. ഇതിനു മുമ്പ് 2006 years മുമ്പിൽ ഇത് തുടങ്ങി. ആർക്കറിയാം, നമുക്കറിയില്ലായിരുന്നു. അങ്ങനെ ഒന്നുമില്ല. എന്താ വെച്ചാൽ trend, like it always changes. Like sometimes we need to see action cinemas and then that ends. That's called saturation point. Anything cannot cross a saturation point. So once that saturation point ends, then people want to watch something subtle, something humorous, and comedy always has space. For example, CID Musa, when there is no OTT, I knew in my childhood about that film. I knew about that, like Misha Madhavan. Yeah, I knew about that film, like in my childhood. How did that happen? There was no subtitle, there was no OTT. I think comedy has that power. It translates, when you reflect your face in cinema, like if cinema acts like a mirror, nammade oru athra oru simple aayittu vannal, there is a relatability. That's the reason Premam was super hit everywhere. Like you can connect with those kind of characters. I think it's not a trend. Only comedy is not a trend. Comedy is always the truth. It's always you always want to laugh. You always want to have a friend like who would make you laugh for 2.5 hours. If it's cinema, there's nothing like it. Yeah. Ravi, do you had any reference for this Ravi Anna character? No, not at all. My reference was our director, that's all. Because he had trained me a lot to do that character. So like I was in my case, I find myself extremely lucky because the 6 years before, when he has done his first draft of the script, so that time after his completion, he told me that this Ravi Anna character will be played by me. But every year I was in a doubt whether it will be done by me. So finally in 2025, when we shot it, yes, I have done the character of Ravi Anna. And whatever Ravi Anna you see on screen, it is not me who have done that. It is because of this director who had trained me a lot to get into the screen, to get into the character, and that's what you are seeing right now. ഫസ്റ്റ് ഞാൻ പ്രൊഡ്യൂസറായിട്ട് തന്നെ പാർട്ടായി. പിന്നെ അതിനുശേഷം നമ്മുടെ ടീം ഡിസൈഡ് ചെയ്തു ഈ റോൾ ചെയ്യാൻ കുറച്ചും കൂടി ഇത് വേണു, ഈ റോള് എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ തന്നെ വേണം, സോ ചെയ്യുക. സോ അങ്ങനെ ചെയ്തു. ഇതിലെ പാട്ടുകളെല്ലാം ഭയങ്കര രസമായിട്ട്, കാരണം നമ്മള് മ്യൂസിക് ഡയറക്ടർ സോങ്സ് ചെയ്തത് സുമേധ് ആണ്. സുമേധ് വന്നിട്ടില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ് ഞാൻ ചെയ്തത്. എന്തായാലും ഗംഭീരമായിട്ടുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ നോർമലി ഒരു മറ്റൊരു ലാംഗ്വേജിൽ നിന്ന് മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സിനിമകളിൽ മ്യൂസിക്കിനും ബീജിംസിനും ഒരുപാട് പ്രാധാന്യമുണ്ട്. ചിലപ്പോൾ ചില സമയത്ത് വേണ്ടാത്ത ട്യൂണോ അല്ലെങ്കിൽ മ്യൂസിക് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഡിസ്റ്റർബ് ആവും. പക്ഷെ ഇതിനകത്ത് ഒരു സെക്കൻഡ് പോലും അങ്ങനെ ഫീൽ ചെയ്തില്ല. പ്രത്യേകിച്ച് മറ്റേ അളിയൻ സോങ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് അളിയൻ സോങ് ഒക്കെ കംപ്ലീറ്റ്ലി ക്രെഡിറ്റ്സ് ടു രാജ്മി ഷെട്ടി, ബിക്കോസ് ഇറ്റ് വാസ് ഹിസ് കോൾ. ലൈക്ക് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് വർക്ക് ആവുമോ എന്ന് ഇങ്ങനെ ഉണ്ടായിരുന്നു. ബട്ട് ഹി വാസ് ലൈക്ക് don't worry, it will work. Yeah, I trust his judgment on that, so flowers to him. എങ്ങനെ ഉണ്ടായിരുന്നു ഇത് ഫൈനൽ സ്ക്രീനിൽ കാണുന്ന സമയത്ത്? നമ്മൾ താങ്കളുടെ മലയാളിയാണ്, അപ്പോൾ മലയാളം ഇങ്ങനെ പല ലാംഗ്വേജിലുള്ള ഇത് കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു അത്? ഇങ്ങനെ എത്രത്തോളം കെയർഫുൾ ആയിരിക്കണം എന്നെവിടെയൊക്കെ നോട്ട് ചെയ്യുമായിരിക്കുമല്ലോ. In the sense പ്രത്യേകിച്ച് നമ്മുടെ മറ്റു ലാംഗ്വേജിൽ നിന്ന് മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ആളുകൾ എങ്ങനെ ജഡ്ജ് ചെയ്യും? ചില ലിപ് സിങ്കുകളല്ല, മ്യൂസിക് ഡൗൺ ആകുമ്പോൾ നമുക്ക് ഓൾറെഡി ജഡ്ജ്മെന്റ് ഉണ്ടാവുമല്ലോ. ബേസിക്കലി ഇമോഷൻ സെയിം ആണ്. ഇപ്പൊ കന്നഡയിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും ഇമോഷൻ സെയിം ആണ്. ഓഫ് കോഴ്സ് ലാംഗ്വേജിന്റെ ഡിഫറൻസ് ഉണ്ട്, ബട്ട് ഇമോഷൻ നമ്മൾ
വിചാരിച്ച ഇമോഷൻ തന്നെയാണ് രണ്ട് ഓഡിയൻസിനും കിട്ടുന്നതെങ്കിൽ അതൊരു വറി ആയിരുന്നില്ല. ദാറ്റ് വാസ് എ വറി അറ്റ് ഓൾ. പിന്നെ ആകെ ഉണ്ടായിരുന്നത് മീറ്റർ, ലൈക്ക് ചില കന്നഡ ഓഡിയൻസിന്റെ മീറ്റർ തന്നെയാണോ ഇവിടുത്തെ ഓഡിയൻസിന് കിട്ടുക, അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പൊ എനിക്കത് ഇറ്റ് ഡസന്റ് മാറ്റർ എന്ന് മനസ്സിലായി. പീപ്പിൾ ലവ്ഡ് ഇറ്റ്. ലൈക്ക് ഞാൻ കർണാടകയിൽ ഞാൻ പോയിരുന്നു. ഐ വാസ് ദെയർ ഫോർ ലൈക്ക് ഫസ്റ്റ് 4 പ്രീമിയേഴ്സിന്. അത് ദ ക്രൗഡ് വാസ് ക്രേസി എന്ന് വെച്ചാൽ വിചാരിക്കുന്നതിലും അപ്പുറമൊക്കെ ആയിരുന്നു. ഞാനിങ്ങനെ കൗണ്ട് ചെയ്യുമായിരുന്നു, ഓക്കെ ഇവിടെ ഒരു ചിരി വരും, ഇവിടെ ഒരു ചിരി വരും, ഇങ്ങനെ മൈൻഡിൽ പ്ലാൻ ചെയ്യുമായിരുന്നു. ബട്ട് അവര് പടപടപടാന്ന് പറഞ്ഞു ചിരി പൊട്ടാന്ന് തുടങ്ങിയപ്പോൾ ഐ ലോസ് കൗണ്ട്. So it was such an overwhelming experience to experience that in Karnataka, and here I'm hoping the people love it the same way they loved it in Karnataka. സാർ ഗുരുജി എന്ന് പറഞ്ഞ കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. അത് ചെയ്തു വരുമ്പോൾ അദ്ദേഹത്തിന്റെ സ്റ്റാർഡത്തിന് അത് ചോദ്യം ചെയ്യപ്പെടുമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ഇത് കോമഡി കഥാപാത്രമാണ്, നായകനെ തല്ലു. കറക്റ്റ്. അതെന്താ വെച്ചാൽ അത് ഞാനൊരു ആക്സിഡന്റൽ ആക്ടറാണ്. സോ ഞാനൊരു ഡയറക്ടർ, റൈറ്റർ. സോ അതിനുശേഷമാണ് പ്രൊഡ്യൂസർ, പിന്നെ ലാസ്റ്റ് സ്പേസ് ആണ് ആക്ടറുടെ സ്പേസ്. സോ ഞാൻ ഇത് ചെയ്യുമ്പോൾ അങ്ങനെ ഒന്നും വിചാരിക്കില്ല. ലൈക്ക് വെൻ ഐ ഡിഡ് ഒന്ന് മുട്ടയക്കത്തെ, ലൈക്ക് നോബഡി തോട്ട് ഐ ക്യാൻ ഡു കോമഡി. ഐ ഡിഡ് ഒന്ന് മുട്ടയക്കത്തെ. അതിനുശേഷം ഞാൻ ചെയ്തു ഗരുഡഗമന ഋഷിഭവാന. അപ്പോൾ ആരും എൻ്റെ അടുത്ത് പറഞ്ഞില്ല എനിക്ക് ഇത്ര സീരിയസ് ആയിട്ട് റോൾ ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ ചെയ്തു. So I think an actor can change. It's not about like people think me in this image, I need to do this. We don't need to box. അത് മാത്രമല്ല, ഞാൻ ഇവർ സിനിമ ഫീൽഡിൽ വന്ന റീസൺ ആണ് ഇതിലുള്ള ഫ്രീഡമാണ്. ഇപ്പോൾ ഇഫ് സിനിമ റിസ്ട്രിക്ട്സ് മീ, ഐ തിങ്ക് ഐ നീഡ് ടു റിട്ടയർ ആൻഡ് ഗോ ഹോം. ഇറ്റ് ഷുഡ് ബി ഫ്രീയിങ്. സിനിമ ഷുഡ് ബി ഫ്രീയിങ്. I don't think like image should be such a big thing. Will it work and would I be able to do? The first question was എനിക്ക് ചെയ്യാൻ പറ്റുമോ ഇത്? അത് ആ ഒരു ബോഡി ലാംഗ്വേജ് കോമഡി എനിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിക്ക് എന്താ പ്രിപ്പറേഷൻ ചെയ്യണം? ഓക്കെ, ഇഫ് ഐ ഡു ഇറ്റ് ദെൻ ഐ എം ഹാപ്പി. ഓക്കെ, ഐ ക്യാൻ ഡു ഇറ്റ്. ദെൻ ഐ ഡോണ്ട് നീഡ് ടു റിപ്പീറ്റ് ദിസ്. ഐ എം ഹാപ്പി. ഓക്കെ, വാട്ട് നെക്സ്റ്റ് ഐ ക്യാൻ ഡു? People see it got released in Karnataka and nobody came to me and told like I'm a fan of you and I got disappointed. Nobody told it to me. They enjoyed. They saw it as a role and they enjoyed it. That's the reason it's a big hit in Karnataka. I think people don't question it. We make it a box and we think that people think about us. People don't think about us actually. When the film comes, they watch and if they like it and they support, that's all. ഇപ്പം നമ്മൾ കണ്ടുവരുന്ന സിനിമകളിൽ ഒരു പാറ്റേൺ ഉണ്ട്. അല്ലെങ്കിൽ കുറച്ച് ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ മെയിൻ ആർട്ടിസ്റ്റുകൾ അവരെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അവരുടെ ചുറ്റുപാടുള്ള കഥകൾ, അവരുടെ ചുറ്റുപാടുള്ള ക്യാരക്ടേഴ്സ് മാത്രം. ഈ സിനിമയിൽ ഒരു പ്രത്യേകിച്ച് ഇതിനകത്തുള്ള സകല നാട്ടുകാർക്കും ഉണ്ട് റോളുണ്ട്. ഓരോ ക്യാരക്ടർ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നവരുടെ ചെറിയൊരു കാര്യമല്ല. ഇപ്പോഴത്തെ ഒരു സിനിമകളുടെ ട്രീറ്റ്മെന്റ് കാണുമ്പോൾ എപ്പോഴും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു ബഡ്ജറ്റ് എന്നുള്ളതല്ല, ഒരു കണ്ടന്റ് എന്നുള്ളതല്ലാതെ മോർ ബഡ്ജറ്റ്, മോർ സൂപ്പർ ആക്ടേഴ്സ്, അങ്ങനെ ഒരു കൺസെപ്റ്റ് മാറി കണ്ടന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സിനിമകൾ കുറഞ്ഞു വരുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? അതുണ്ട്. അതെന്താ വെച്ചാൽ ചില സമയത്തിൽ ഇപ്പോൾ when writers dominate the industry, everything changes. When writers and director dominates the industry, when stars start dominating the industry. If like some actor act and like if we get a big OTT deal, then I think he will dictate how the film should look and people even want to watch him because he's the big. Fortunately in this film nobody was big, no. Everybody is like they are doing their job, they are doing their role. I really like cinema where there is space for everybody. Cinema should be that. Cinema shouldn't be a wedding album only where like yeah, they are concentrated and everybody wishes and goes. I don't think even that's one form of cinema, but it shouldn't be in every cinema. I don't believe in that. അങ്ങനത്തെ ട്രീറ്റ്മെന്റ് ഉള്ള ഒരുപാട് സിനിമകൾ ഇനി വരട്ടെ, ഞങ്ങൾക്ക് നമുക്ക് കാണാം. താങ്ക് യു സാർ. നമസ്കാരം. മലയാളം മനസ്സിലാവോ? അല്ല, കാന്താര എന്ന സിനിമ ഇറങ്ങിയ സമയത്ത് ഈ മലയാള ഇൻഡസ്ട്രിയെ തന്നെ മാറ്റിയ ഒരു സിനിമയാണ്. ഇതുപോലൊരു സിനിമ കന്നഡയിൽ ഇറങ്ങുന്ന ഒരു വലിയൊരു ചേഞ്ച് ആയിരുന്നു അത്. അപ്പം എത്രത്തോളം ടഫാണ് അങ്ങനത്തെ ഒരു കൾച്ചർ മുന്നോട്ട് കൊണ്ടുവന്ന ഒരു സ്ക്രിപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ ചെറിയൊരു കാര്യമല്ല. നമുക്ക് അറിയാവുന്ന ഒരു ഏൻഷ്യൻ ഹിസ്റ്ററിയെ അതൊരു കൾച്ചർ രൂപത്തിലേക്ക് അത് സിനിമാറ്റിക് ലെവലിലേക്ക് കൊണ്ടുവരുന്ന ചെറിയൊരു പ്രോസസ് അല്ല. എത്രത്തോളം ടഫാണ് ഇങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റുകൾ ചെയ്യാനായിട്ട്? ഓൾറെഡി ഒരു ഹിസ്റ്ററി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റ്. ಎಷ್ಟು ಭಂಗ ಉಂಟು ಆ ಸಿನಿಮಾ ಮಲ್ಪರೆ ಕಲ್ಚರಲ್ ಅವು ಒಂದು ಹಿಸ್ಟ್ರಿ ಮಾತ್ರ ರೆಪ್ರೆಸೆಂಟ್ ಮಾಡ್ಬೋದು ಎಷ್ಟು ಭಂಗ ಇತ್ತು ಬಂದು like
when we did Kantara 1, we never had a like expectation from the audience. Like we only did it to do a good film. So where we had our cultural, we needed to portray our cultural background in the terms of cinema. So we didn't had any restrictions, limitations, anything like that. We just wanted to do cinemas, and Rishabh sir was very keen and very clear about what he wanted to say to the audience. So we touched the thin line of our culture. It was not a major thing, a thin line on our culture, and rest everything was entertainment. So that's what worked on the screen. അതുപോലെ അതായത് നമ്മളിപ്പോൾ ഫസ്റ്റ് പാർട്ട് കണ്ടു, സെക്കൻഡ് പാർട്ട് റെഡിയാണ്. പക്ഷേ ഫസ്റ്റ് പാർട്ട് ഉണ്ടാക്കിയ ഒരു എക്സൈറ്റ്മെന്റോ അല്ലെങ്കിൽ ആ ഒരു നമുക്ക് കാണാനുണ്ടാകുന്ന ഒരു നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന ഒരു ഗിഫ്റ്റിന് കിട്ടുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, സെക്കൻഡിന് അതേ എക്സൈറ്റ്മെന്റ് കൊടുക്കാന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. അപ്പം എത്രത്തോളം എന്താ പറയാ, പേടിയാണോ അതോ are you afraid or are you excited more? No, definitely the fear will be there because now there is expectation on Kantara. But the thing is, like, we are very much excited at the same time because this time there will be a very big visual spectacle in Kantara. So the first time miracle happened, everything is okay. But this time we have to entertain. So that's the main goal. And yes, I'm very confident that we have done that as of now. So we leave it to audience what they can see out of our cinema. But yes, this time Kantara is huge. So I'm also waiting for that day to come. Thank you. Thank you. ലാസ്റ്റിലെ 2 ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നത്. 2 ക്വസ്റ്റ്യനും കൂടെ. ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? മൈക്ക് ഒന്ന് കൊടുക്കും. Sir, anybody can answer my question because you guys made it together from the beginning. അപ്പം എല്ലാ ഒരു മാരേജ് ഫംഗ്ഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ഫ്യൂണറൽ ആണെങ്കിലും ദർ വിൽ ബി സംവൺ, ഇപ്പം എന്താ പാട് പീസ്, ഒരു കോമഡി പീസായിട്ട് ഒരാൾ കാണും, ബാക്കിയുള്ളവർക്ക് ഭയങ്കര ഫണ്ണായിരിക്കും. അപ്പോൾ ഇതിൽ അത് ബ്രില്യൻ്റ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിയൽ ലൈഫിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ഇൻസിഡൻറ്റ് ഉണ്ടോ അല്ലെങ്കിൽ ഇൻസ്പയർഡ് ആയിട്ടാണോ എന്ന് ഷെയർ ചെയ്യും? ഇത് എല്ലാ ഫാമിലിയിലും ഒരു അളിയനുണ്ട്, ഇങ്ങനത്തെ അളിയൻ. അവന് ആക്ച്വലി ഫംഗ്ഷന് വന്നിട്ട് എല്ലാം നശിപ്പിച്ചിട്ടേ പോകും. അങ്ങനത്തെ ആൾക്കാരുണ്ട്. എൻ്റെ അമ്മയൊക്കെ പടം കാണുമ്പോൾ എൻ്റെ ഒരു റിലേറ്റീവിടെ പേര് പറയും, അയ്യോ അത് അവിടെ നിന്ന് വന്നൂല്ലേ. എല്ലാ ഫാമിലിയിലും ഉണ്ട്, അതാണ് റിലേറ്റീവ്. അപ്പോൾ കർണാടകത്തിൽ ഈ പടം ഇറങ്ങുമ്പോൾ പ്ലീസ് ഇറങ്ങുമ്പോൾ എല്ലാവരും പറഞ്ഞു, അയ്യോ ആ അളിയൻ കന്നഡത്തിൽ ബാവ. ഓക്കെ, സോ എല്ലാവരും പറയും, അയ്യോ എത്ര ക്യൂട്ട് ക്യാരക്ടർ. അത് പടത്തിൽ മാത്രം, റിയൽ ലൈഫിൽ കണ്ടാൽ നമുക്ക് സഹിക്കാൻ പറ്റൂല. ഞാൻ തിയേറ്റർ വിസിറ്റ് പോകുമ്പോൾ അവിടെ ഒരു ആള് കിട്ടി. അവൻ തിയേറ്ററുടെ ഓണറുടെ അലിയനാണ്. അവന് തന്നെ അടിച്ചിട്ട് ഫിറ്റാണ് ആള്. വന്നിട്ട് അവന്റെ ഒരു റിക്വസ്റ്റ് എനിക്ക് ഉമ്മ കൊടുത്തു, അതെല്ലാം ഓക്കെ. ഇങ്ങനെ പിടിച്ചു, ഇവർക്ക് ഇവിടെ ഒരു ഇത് അടി കിട്ടി, അതെല്ലാം ഓക്കെ. അതിങ്ങനെ ഇവർ കിട്ടി, അതൊക്കെ. ലാസ്റ്റ് റിക്വസ്റ്റ് ആണ്, സ്റ്റെപ്പിന്റെ മേലിലുണ്ട്, ഒരു 3ാമത്തെ ഫ്ലോറിന്റെ സ്റ്റെപ്പിന്റെ എഡ്ജിൽ ഞാൻ നിങ്ങളെ ലിഫ്റ്റ് ചെയ്യണമെന്ന്. എത്ര പറഞ്ഞാലും മനസ്സിലാവുന്നില്ല. അതാണ് അലിയന്റെ സ്പെഷ്യാലിറ്റി. ഇത് റെഫറൻസ് ഒന്നും വേണ്ട, എല്ലാ പ്ലേസിലും കിട്ടും. ഇങ്ങനെ ഒരു ബസ് സ്റ്റാൻഡിൽ ഒരു റൗണ്ട് ചുറ്റിയാൽ ഒരു അലിയൻ ഉണ്ട് അവിടെ, അതുണ്ട്. പക്ഷേ അതെ, അതാണ് അവനക്ക് പേരില്ല. എന്താ വെച്ചാൽ അലിയനാണ്. അലിയൻ വന്നു. Everyone can relate. Everyone can relate. And but actually they are cute because their goal is they are not very aspirational. They want to drink and stay happy. That's all. Simple life. But it is very troublesome for others. That's all. The team. ഡയറക്ടറും ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം who directed you while you are on screen? ഈ പടത്തില്ല കുറെ ആൾക്കാരുണ്ട്. നമ്മളെ അസോസിയേറ്റ് ടീം ഉണ്ടല്ലേ, അവർ എന്നെ ഡയറക്ട് ചെയ്തിട്ടുണ്ട്. അതല്ലേ കൊറേ ഉണ്ട് പറയാൻ, ആനില്ല ലാംഗ്വേജ്. ഒരു ഘട്ടത്തില് ഈ സുലോചന തന്നെ പേടിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അത് എത്രത്തോളം ടഫായിരുന്നു ചെയ്യാനായിട്ട്? പെർഫോമൻസ് അത് ഫസ്റ്റ് പാടല്ലേ, അത് ഉള്ളിലുണ്ട്, കാണിച്ചാ മതി. ആ സ്ലൈഡിൽ മാത്രമേ അത് കൊണ്ടുവന്നു.